ജീവിതത്തിൻ്റെ ചില യാത്രയിൽ ചില പ്രയാസഘട്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് നിൽക്കില്ലേ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒന്ന് അന്തം വിട്ട് നിൽക്കും. എന്താണ് ഇത് മറികടക്കാനുള്ള ഒരു വഴി എന്ന് ആലോചിച്ച് ചിലപ്പോഴൊക്കെ പ്രയാസപ്പെട്ടിരിക്കും. അത് നമ്മളെ മാനസികമായും ശാരീരികമായും ഒരുപാട് തളർത്തിയേക്കും. പക്ഷെ ആ സിറ്റുവേഷനിലെ ആ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ നമ്മളൊന്ന് മറികടന്നാൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ വീണ്ടും സന്തോഷം മുന്നോട്ട് പോയേക്കാം. ചിലപ്പോൾ അവിടെ വേണ്ടത് ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു തീരുമാനം ഉണ്ടല്ലോ, അതല്ലാത്ത മറ്റൊരു പോംവഴി അവിടെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ ആ ഒരു പ്രയാസം അനുഭവിച്ച് ബ്രെയിനൊക്കെ അതിനോട് അടിമപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പുതിയൊരു ചിന്ത നമുക്ക് വരില്ല, പുതിയൊരു നല്ല ആശയം വരില്ല, ഇതിനെ മറികടക്കാനുള്ള ഒരു ഐഡിയ കിട്ടില്ല. പക്ഷെ അങ്ങനെ കിട്ടിയാലോ നമ്മൾ ചിലപ്പോൾ അത് മറികടന്ന് ഗംഭീരമായി മുന്നോട്ട് പോയേക്കാം. അങ്ങനെയുള്ളൊരു കഥ കേട്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വേറൊരു ചിന്ത കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിനെ മറികടക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. കഥ ഇങ്ങനെയാണ്. ഒരു ആളുടെ വീടിൻ്റെ മുമ്പിൽ കുറേ വണ്ടികൾ എപ്പോൾ നോക്കുമ്പോഴും വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇയാൾക്ക് ഗേറ്റ് തുറന്ന് അയാളുടെ വണ്ടി പുറത്തിറക്കാനൊന്നും പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്യും. അപ്പോൾ ഇയാൾ ഭയങ്കര പ്രയാസപ്പെടും. കാരണം വെച്ചാൽ അയാളുടെ വണ്ടി ഒന്ന് ഇറക്കണ്ടേ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇയാൾ ഒരു കാര്യം ചെയ്തു, ഒരു ബോർഡ് എഴുതി വെച്ചു. ഈ ഗേറ്റിൻ്റെ മുമ്പിൽ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്താൽ 250 രൂപ ഫീസ് ഈടാക്കുന്നതാണ്. അങ്ങനെ ഒരു ബോർഡ് വെച്ചു. പക്ഷേ പിറ്റേ ദിവസവും സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എണീറ്റ് നോക്കുമ്പോൾ കുറേ വണ്ടികൾ വീണ്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാർക്ക് ചെയ്ത ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്നറിയോ? അത് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു ബോർഡ് വെച്ച്, ഇപ്പം നമ്മൾ കണ്ടില്ലേ, നോ പാർക്കിംഗ് കണ്ടാലും അവിടെ നോ പാർക്കിംഗ് എന്നാണല്ലോ ആ ബോർഡ്, പക്ഷെ എന്നാലും പാർക്ക് ചെയ്യില്ലേ. ഇതുപോലെ അയാളൊരു ബോർഡ് വെച്ച് അതിൻ്റെ താഴെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇയാൾ ഭയങ്കര നിരാശനായി, ഇനിയിപ്പോൾ ഇതിന് എന്താ ചെയ്യാന്നുള്ളത്. പക്ഷെ അയാൾക്ക് മറ്റൊരു ഐഡിയ തോന്നി. അയാൾ ഈ എഴുതി വെച്ച ബോർഡിനെ ഒന്ന് മാറ്റി. മാറ്റിയത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം, 250 രൂപ ഫീ ഉണ്ട്. ഇങ്ങനെ ഒന്ന് മാറ്റി വാചകം. അടുത്ത ദിവസം ഒറ്റ വണ്ടിയും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഒരേ ഡയലോഗ്, ഒരേ വാചകങ്ങൾ, ഒരേ തുക. പക്ഷെ ചെയ്ത ഡയലോഗിന് അല്ലെങ്കിൽ വന്ന ഡയലോഗിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അയാൾ അനുഭവിച്ചിരുന്ന ആ ഒരു പ്രയാസത്തിനെ വളരെ സിമ്പിളായിട്ട് മറികടക്കാൻ പറ്റി. അത്രയേ ഉള്ളൂ. ജീവിതത്തിലും നമ്മുടെ മുന്നിൽ വരുന്ന ഇത്തരം പ്രയാസങ്ങളെ ഒരേ വഴിയിലൂടെ ചിന്തിക്കാതെ ചിലപ്പോൾ മറ്റൊരു വഴി കൂടി ആലോചിച്ചാൽ, അങ്ങനെ ആലോചിക്കാൻ പറ്റട്ടെ അല്ലേ, അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ മറികടക്കാൻ പറ്റും. മറികടക്കാൻ പറ്റാത്തതായിട്ട് അങ്ങനൊന്നും ഇല്ലല്ലോ.